മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോകാം. കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായ നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. എത്തിയത് സുപ്രീം കോടതിയുടെ മുൻകൂർ ജാമ്യ വ്യവസ്ഥ പ്രകാരം. സിദ്ദിഖ് നേരത്തെ മുൻകൂർ ജാമ്യം നേടിയത് യുവനടിയുടെ പരാതിയിലെടുത്ത പീഡനക്കേസിൽ. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, എന്തായിരുന്നു പെട്ടെന്നുള്ള സിദ്ദിഖിന്റെ അറസ്റ്റിന്റെ പിന്നിൽ? അത് സ്വാഭാവിക നടപടിക്രമമാണ്. നേരത്തെ തന്നെ സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ മുൻകൂർ ജാമ്യം നേടേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട കോടതിയിൽ നിന്നാണ്. ആ നിലയ്ക്കാണ് ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം നേടുന്നതിന് വേണ്ടിയുള്ള നടപടിയുമായി സിദ്ദിഖ് ഇന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം ഹാജരായി. ഇപ്പോൾ ജനറൽ ആശുപത്രിയിലാണ് നമ്മളുള്ളത്. ജനറൽ ആശുപത്രിയിലേക്ക് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സിദ്ദിഖിനെ എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ വൈദ്യപരിശോധന പുരോഗമിക്കുകയാണ്. ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൊണ്ടുപോകും. നേരത്തെ ഒരു നിയമപരമായ ഒരു സംശയം കൂടി ഉണ്ടായിരുന്നു. കാരണം സുപ്രീം കോടതിയുടെ ഉത്തരവിൽ പറഞ്ഞത് വിചാരണ കോടതിയിൽ നിന്ന് ജാമ്യം നേടാമെന്നതാണ്. എന്നാൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് മ്യൂസിയം സ്റ്റേഷൻ പരിധിയിൽ നടന്ന കാര്യമായതുകൊണ്ട് തന്നെ മ്യൂസിയം പോലീസ് അതുമായി ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയിലാണ് ആദ്യം കുറ്റപത്രം സമർപ്പിക്കുക. പിന്നീടാണ് ഇതിൽ വിചാരണ കോടതി ഏത് എന്ന് തീരുമാനിക്കുക. സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞത് വിചാരണ കോടതിയുടെ അനുമതിയോടുകൂടി അല്ലെങ്കിൽ വിചാരണ കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാമെന്നതാണ്. പക്ഷേ ഇപ്പോൾ നിയമപരമായ കാര്യങ്ങൾ കൂടി പരിശോധിച്ചു. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം നൽകുന്നതിന് തടസ്സമില്ല. കാരണം ഈ കേസിന്റെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നേ ഉള്ളൂ. കുറ്റപത്രം തയ്യാറായി അത് കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും വിചാരണ കോടതിയിലേക്ക് പോവുക. ഏതെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചാൽ 2016 കേസിനാസ്പദമായ സംഭവം നടന്നതെന്ന് പരാതിക്കാരി വെളിപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് 18-ലും 19-ലും ഫേസ്ബുക്കിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലൂടെയും ഈ പീഡന ആരോപണം ആവർത്തിച്ച് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴൊക്കെയും പോലീസിനെ സമീപിച്ചിരുന്നില്ല. പോലീസിൽ പരാതി നൽകുകയോ ആ തരത്തിൽ നിയമപരമായ നടപടിയുമായി മുന്നോട്ട് പോവുകയോ ചെയ്തിരുന്നില്ല. സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ നേരത്തെ ഹൈക്കോടതി നിരസിച്ചിരുന്നു. പിന്നീട് ഇത് പരാതി ആയ ശേഷമാണ് തുടർന്നാണ് സുപ്രീം കോടതിയിലേക്ക് പോയത്. ആദ്യം ഇടക്കാല ജാമ്യം നൽകുകയും പിന്നീട് മുൻകൂർ ജാമ്യം നൽകുകയുമായിരുന്നു. അവിടെ കോടതി ഉന്നയിച്ചൊരു സംശയം, എന്തുകൊണ്ടാണ് 8 വർഷത്തോളം വൈകിയത്? സോഷ്യൽ മീഡിയയിൽ ഇത്തരം ആരോപണം ഉന്നയിച്ച നടി എന്തുകൊണ്ട് ഇതിൽ നിയമപരമായ നടപടി സ്വീകരിച്ചില്ല, പോലീസിനെ സമീപിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും കോടതിയുടെ ഭാഗത്തുനിന്ന്, സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. വാദിഭാഗം ഉന്നയിച്ചതാകട്ടെ ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ, അല്ലെങ്കിൽ ആ ഹേമ കമ്മിറ്റിയുടെ തെളിവെടുപ്പ് നടക്കുന്ന സമയത്ത് പോലും ഈ ആരോപണം ഉന്നയിച്ച യുവനടി ആ കമ്മിറ്റിക്ക് മുന്നിലേക്ക് എത്തുകയോ പരാതി നൽകുകയോ ചെയ്തിരുന്നില്ല. നിയമപരമായി ഇതുവരെ ഒരു നീക്കവും നടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഗൂഢാലോചന ഉണ്ട് എന്നൊരു വാദമാണ് പ്രതിഭാഗം ഉന്നയിച്ചത്. ഈ വാദം മുഖവിലേക്ക് എടുത്താണ് സിദ്ദിഖിന് ജാമ്യം മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ നടപടി ഉണ്ടായത്. ഇപ്പോൾ ഇവിടെ വൈദ്യപരിശോധനാ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇത് പൂർത്തിയായ ശേഷമായിരിക്കും മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് സിദ്ദിഖിനെ കൊണ്ടുപോവുക. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും രാവിലെ തന്നെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു. നിർമ്മാതാവ് ചന്ദ്രകുമാർ, ബിജു പപ്പൻ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ, അതോടൊപ്പം തന്നെ മകൻ തുടങ്ങിയവരെല്ലാം തന്നെ സിദ്ദിഖിനോടൊപ്പം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ എത്തിയിരുന്നു. അവിടെ നർക്കോട്ടിക് കേസിയാണ് ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അജിചന്ദ്രനാണ് നർക്കോട്ടിക് കേസ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടപടികൾ പൂർത്തിയാക്കുകയും ഈ സാങ്കേതികമായി അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. തുടർന്നാണ് സിദ്ദിഖിനെ വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്.